ജാതകപരമായ പഠനങ്ങളിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു പദമാണ് കണ്ടകശനിയെന്ന്. ഏത് ജാതകത്തിലും ശനിയുടെ സ്ഥാനം വളരെ പ്രധാനമാണ്. ശനി നമ്മുടെ ജീവിതത്തിൽ നന്മയും തിന്മയും സമ്മാനിക്കുന്ന ഒരു ഗ്രഹമാണ്. 29-30 കൊല്ലം എടുത്താണ് ശനി 12 രാശികളെ ഒരു വട്ടം ചുറ്റാൻ എടുക്കുന്നത്. വളരെ സാവധാനം ചുറ്റുന്ന ഗ്രഹമാണ് ശനി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ശനിയെ മന്ദൻ എന്ന് വിളിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. മന്ദഗതിയിലാണ് ശനിയുടെ ചലനം. ഒരു വർഷം എടുത്താണ് 12 രാശികൾ സൂര്യനെ ചുറ്റി കടന്നുവരുന്നത്. എങ്കിൽ ചന്ദ്രൻ 27 നാളുകൾ കൊണ്ട് 12 രാശികളെ ചുറ്റുന്നു. യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നീ ഗ്രഹങ്ങൾ 12 രാശികൾ ചുറ്റാൻ എടുക്കുന്നത് 84 വർഷമാണ്. അതുകൊണ്ട് ഈ ഗ്രഹങ്ങളെ മനുഷ്യജാതകത്തിൽ ഗണിക്കാറില്ല. ജനിച്ച നക്ഷത്രം ഏത് കൂറിലാണോ അതാണ് അയാളുടെ ജന്മക്കൂറ് എന്ന് പറയുന്നത്. ഗ്രഹചാരവശാൽ ശനി ഒരാളുടെ ജന്മക്കൂറിന്റെ 4, 7, 10 എന്നീ ഭാവങ്ങളിൽ നിന്നാൽ അതിനെ കണ്ടകശനി എന്നു പറയുന്നു. കണ്ടകശനിക്കാലം എന്നു പറയുന്നത് 2.5 വർഷമാണ്. വളരെയധികം സൂക്ഷിക്കേണ്ട കാലമാണ് അഷ്ടമശനി. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊരു വാമൊഴിയുണ്ട്. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാകും. എന്നാൽ എന്താണ് കണ്ടകശനി കൊണ്ടുപോകുന്നത്? കണ്ടകശനി കാലഘട്ടത്തിൽ ജാതകന് എന്തിനോട് അല്ലെങ്കിൽ ആരോടാണോ ആഗ്രഹം ഇഷ്ടമൊക്കെ ഉള്ളത് അത് ശനി കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അതായത് യാതൊന്നിനോടും പ്രത്യേകിച്ച് ഒരു മമതയുമില്ലാതെ ഈ കാലം കഴിച്ചു കൂട്ടിയാൽ കണ്ടകശനി ഒന്നും കൊണ്ടുപോകില്ല. വളരെയധികം ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്ന കാലമാണ് ഇത്. കണ്ടകശനിക്കാലം. ദുഃഖാനുഭവങ്ങൾ, വഴക്കുകൾ, അലഞ്ഞുതിരിയുക, സ്ഥാനഭ്രംശം, സാമ്പത്തിക നഷ്ടങ്ങൾ, കുടുംബത്തിൽ ദോഷാനുഭവങ്ങൾ, മറ്റുള്ളവർ നമ്മളെ വെറുക്കപ്പെടുക, അപമാനം, അപവാദ പ്രചരണം, മരണതുല്യമായ അനുഭവങ്ങൾ, അപകടം, കേസുകൾ, ജയിൽവാസം എന്നീ ദോഷങ്ങൾ അനുഭവപ്പെടാം. 4-ാം ഭാവം, 7-ാം ഭാവം, 10-ാം ഭാവം എന്നീ വ്യത്യസ്ത ഭാവങ്ങളിൽ വ്യത്യസ്ത ഫലങ്ങളാണ് അനുഭവപ്പെടുന്നത്. 4-ാം ഭാവമെന്നത് പ്രധാനമായും മാതാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ കുടുംബം, വീട്, വാഹനം എന്നിവയെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് മാതാവിനും പിതാവിനും രോഗങ്ങൾ ഉണ്ടാക്കുക, ഭാര്യാപുത്രാദികൾക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാവുക, കുടുംബകലഹം, വീടിനും വാഹനത്തിനും കേടുപാടുകൾ സംഭവിക്കുക, വീട് വിട്ടുപോകുക, ധനനഷ്ടം, തസ്കരശല്യം, അന്യദേശവാസം, കുടുംബബാധ്യതകൾ എന്നീ ദോഷഫലങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടും. 7-ാം ഭാവം ഭാര്യസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭാര്യാപുത്രാദികൾക്ക് ദോഷഫലങ്ങൾ ഉണ്ടാവുക, ധനനാശം, കാര്യവിഘ്നം, മനക്ലേശം, യാത്രയിൽ ദുരിതാനുഭവങ്ങൾ, ഭാര്യഗൃഹത്തിൽ ദോഷാനുഭവങ്ങൾ, ബന്ധുക്കളുമായി തർക്കങ്ങൾ, കലഹങ്ങൾ, അപകടങ്ങൾ എന്നിവ 7-ാം ഭാവത്തിൽ അനുഭവപ്പെടും. 10-ാം ഭാവം കർമ്മഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജോലിയിൽ വിഘ്നങ്ങൾ ഉണ്ടാവുക, ജോലിയിൽ അലസത, ജോലി സംബന്ധമായ അലച്ചിൽ, സഹപ്രവർത്തകരുടെ സഹകരണമില്ലായ്മ, മേലധികാരികളുടെ അതൃപ്തി, ജോലിയിൽ കൃത്രിമം കാണിക്കുക, സ്ഥാനചലനം, ജോലി നഷ്ടപ്പെടുക, ജോലിയിൽ അപകടം എന്നീ അരിഷ്ടഫലങ്ങൾ അനുഭവപ്പെടാനിടയുണ്ട്. 4-ൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലത്തും ശനി ഗോചരാൽ 4-ൽ സഞ്ചരിക്കുന്ന കാലത്തും മാതാവും കുടുംബാംഗങ്ങളും ഒന്നിച്ച് ശനിയാഴ്ച തോറും ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും. 7-ൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലത്തും ശനി ഗോചരാൽ 7-ൽ സഞ്ചരിക്കുന്ന കാലത്തും ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. ഈ സമയത്ത് ജാതകൻ അനുഭവിക്കുന്ന ദശാപഹാരകാലങ്ങൾ ശുഭഗ്രഹങ്ങളുടേതാണെങ്കിൽ ദോഷഫലങ്ങൾ അല്പം കുറഞ്ഞിരിക്കും എന്നല്ലാതെ ഗുണഫലങ്ങൾ അങ്ങനെ അനുഭവത്തിൽ വന്നു കാണാറില്ല. കണ്ടകശനി എല്ലാവർക്കും ഒരേ രീതിയിൽ ബാധിക്കില്ല. ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം, ദശാഭുക്തി എന്നിവയെല്ലാം ഇതിനെ സ്വാധീനിക്കും. ശനിയുടെ സ്ഥാനത്തോടൊപ്പം മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും കണ്ടകശനിയുടെ ഫലത്തെ സ്വാധീനിക്കും. ഉദാഹരണത്തിന് ശനിക്ക് ശുഭഫലം നൽകുന്ന ഗ്രഹങ്ങൾ കൂടെയുണ്ടെങ്കിൽ ദോഷഫലങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ദശയും അന്തർദശയും കണ്ടകശനിയുടെ ഫലത്തെ ശക്തിപ്പെടുത്തുകയോ കുറയ്ക്കുകയോ ചെയ്യും. ചുരുക്കിപ്പറഞ്ഞു കഴിഞ്ഞാൽ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നു പറയുന്നത് പോലെ തന്നെയാണ്. നമ്മുടെ രാശിയിൽ ശനിയുടെ അപഹാരമുണ്ടെങ്കിൽ അത് അനുഭവിക്കാതെ പോകില്ല. ഇതിനുള്ള പ്രതിവിധി എന്നത് ഈ അനുഭവങ്ങളുടെ കാഠിന്യം കുറക്കാം എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഉത്തമ പ്രതിവിധി. ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക എന്നതാണ് ഇവിടെ സാധ്യമാകുന്ന കാര്യം. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ നിന്നും 50,000 രൂപ ചെലവാക്കണം എന്ന യോഗമുണ്ട് എന്നിരിക്കട്ടെ. ആ ചെലവ് നമുക്ക് 500 രൂപയായി കുറയ്ക്കാൻ സാധിക്കും. കണ്ണിൽ തട്ടേണ്ടത് പുരികത്തിൽ തട്ടിപ്പോയി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണ്. എങ്ങനെയാണ് കണ്ടകശനിയുടെ കാഠിന്യം കുറയ്ക്കുക എന്ന് നമുക്ക് നോക്കാം. കണ്ടകശനി കാലഘട്ടത്തിൽ ഭക്തിമാർഗം സ്വീകരിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. ശനി ഭഗവാന് ഇഷ്ടമുള്ള വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ശനിയെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും. ശനിയെ പ്രീതിപ്പെടുത്തുന്ന ദേവതകളെ ആരാധിക്കുക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതകളാണ് ശാസ്താവും ഹനുമാനും. ഇവരെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുക. എണ്ണ, കറുപ്പ് വസ്ത്രം, ഇരുമ്പ് സാധനങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ശനിയെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും. ശനിദോഷ നിവാരണ പൂജകൾ ചെയ്യുക. ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ശനിദോഷ നിവാരണ പൂജകൾ ചെയ്യാം. കണ്ടകശനി കാലത്ത് ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കാലുകൾ, ചെവികൾ എന്നിവയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷ്മമായി നിർവഹിക്കുക. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക. വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. ജോലിയിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുക.
പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. കണ്ടകശനിയുടെ ദോഷഫലങ്ങൾ എന്നും നിലനിൽക്കില്ല. കണ്ടകശനി കാലം കഴിയുന്നതോടെ ദോഷഫലങ്ങൾ കുറയാൻ തുടങ്ങും. എന്നാൽ ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം, ദശാഭുക്തി എന്നിവയെ ആശ്രയിച്ച് ഈ ഫലങ്ങൾ വ്യത്യാസപ്പെടാം. ജ്യോതിഷം നമുക്ക് ഒരു മാർഗനിർദ്ദേശം നൽകുന്നു എന്നല്ലാതെ നമ്മുടെ ജീവിതം പൂർണ്ണമായും നിർണ്ണയിക്കുന്നില്ല. നമ്മുടെ പ്രവർത്തനങ്ങളും ചിന്തകളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. കണ്ടകശനി വന്നാൽ മരിക്കുമെന്നും കണ്ടകശനി ഒരു ശാപമാണ് എന്നും പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇത് ശരിയല്ല. ശനി നമ്മുടെ ജീവിതത്തിൽ പാഠങ്ങൾ പഠിപ്പിക്കാനാണ് വരുന്നത്. കണ്ടകശനി കാലഘട്ടം ഒരു പരീക്ഷണമായി കണക്കാക്കാം. ഈ പരീക്ഷണം വിജയകരമായി നേരിടാൻ നമുക്ക് കഴിയും. കണ്ടകശനിയുടെ ഫലങ്ങൾ മാറ്റാൻ വേറെ വഴികളില്ല. നമ്മുടെ സ്വന്തം പരിശ്രമവും വിശ്വാസവും ഉണ്ടെങ്കിൽ കണ്ടകശനിയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സാധിക്കും. കണ്ടകശനി ഒരു ദുരന്തമല്ല, മറിച്ച് ഒരു പാഠമാണ്. ഈ കാലഘട്ടത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. ശനി ഭഗവാനെ കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. തീർച്ചയായും ശനീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾ കാണാതെ പോകില്ല. ഭഗവാനിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുക. നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകൂ. എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.